IMS ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. എങ്ങനെ പഠിക്കണം? ഏത് സബ്ജക്റ്റ് തുടങ്ങണം? എത്ര ദിവസം കൊണ്ടൊരു സബ്ജക്റ്റ് കവർ ചെയ്യണം? അങ്ങനെയൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ചെറിയൊരു സ്റ്റഡി വ്ളോഗ്. നാളെ മുതൽ പഠിച്ചു തുടങ്ങണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയെ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് സമയമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. പൊതുവെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങാറുള്ളത് അമ്പലത്തിലെ പാട്ടും കിളികളുടെ കലപില ശബ്ദവും പാടത്തിൻ്റെ ശാന്തതയും കണ്ടും കേട്ടുമാണ്. മിക്ക ദിവസങ്ങളിലും ചെറിയൊരു നടത്തവും പതിവുണ്ട്. അങ്ങനെ മനസ്സൊന്ന് കൂളായ ശേഷം പുസ്തകത്തിന് മുന്നിലിരുന്നാൽ കൂടുതൽ എനർജി ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഫാർമസിസ്റ്റ് PSC എക്സാമിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സിലബസിനെ കുറിച്ച്, എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കാണുമല്ലോ. ഒരു തവണയെങ്കിലും മിക്ക സബ്ജക്റ്റും കവർ ചെയ്തവരായിരിക്കും നിങ്ങൾ, അല്ലേ? പഠിക്കാൻ തീരുമാനിച്ച ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഫാർമസി ആക്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. 6 ദിവസമാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഫാർമസി ആക്ട് പഠിക്കാൻ 1 ദിവസം, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പഠിക്കാൻ 2 ദിവസം, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പഠിക്കാൻ 1 ദിവസം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പഠിക്കാനായിട്ട് 2 ദിവസം. അങ്ങനെ 6 ദിവസമാണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഈ സബ്ജക്റ്റ് പഠിച്ചു തീർത്തിരിക്കും. പൊതുവേ പഠിക്കാനിരിക്കുന്ന സമയങ്ങളിൽ നോട്ട്സ് എഴുതുന്ന ശീലമുണ്ട് എനിക്ക്. ഓരോ തവണ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴും അഡീഷണൽ പോയിൻറ്റ്സ് നോട്ട്സിൽ എഴുതി കുത്തിക്കുറിച്ച് വെക്കുന്ന ശീലമുണ്ട്. മിക്കപ്പോഴും അതെനിക്ക് ഉപകാരപ്പെടാറുണ്ട്. ഇനി വായിക്കാൻ മടിയുള്ള ദിവസങ്ങളാണെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കുത്തിയിരുന്ന് കാണും. ചെറിയ നോട്ട്സൊക്കെ കുത്തിക്കുറിച്ച് വെക്കും. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും പുസ്തകം അടച്ചു വെച്ച് കുറച്ച് സമയം ഞാൻ വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ മുറ്റത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ മുറ്റത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടുന്നതായി തോന്നും. ഈ സമയം എങ്ങാൻ ഫോൺ കയ്യിലെടുത്താൽ പിന്നെ മേലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്ത് 1 മണിക്കൂർ അങ്ങനെ പോവും. പഠിക്കാൻ തീരുമാനിച്ചാൽ പഠിച്ചിരിക്കണം. ആ സമയങ്ങളിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഫോളോ ചെയ്യുന്നത് NK Jain ആണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒരു ഹൈലൈറ്റർ പെൻ വെച്ച് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. കഴിയുമെങ്കിൽ ടെക്സ്റ്റ് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആദ്യമൊക്കെ നോട്ട്സ് എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ടൈപ്പ് ചെയ്ത് വെച്ച് അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ നോട്ട്സൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഈ PDF നോട്ട്സൊക്കെ ഞാൻ തരാം. ശ്രുതീസ് ഫാർമ വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിൽ ഫാർമസിസ്റ്റ് PSCക്ക് ആവശ്യമായിട്ടുള്ള ജൂറിസ്പ്രുഡൻസിൻ്റെ മിക്കവാറും എല്ലാ വീഡിയോയും ഉണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ട ശേഷമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്സ് മനസ്സിലാക്കാനായിട്ട് കഴിയും. പഠനം കുറച്ചുകൂടെയൊക്കെ എളുപ്പമാവും. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, ഫാർമസി ആക്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ സമയം ഒട്ടും കളയണ്ട, പഠിച്ചോളൂ. ഈ ഒരു ദിവസം കൊണ്ട് ഫാർമസി ആക്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പഠിച്ചു തുടങ്ങാം. 2 ദിവസമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള സമയം. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ, ആ ഒരു ടൈം ലിമിറ്റിൽ തന്നെ ആ ഒരു ചാപ്റ്റർ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ചാനലിൽ വന്നിട്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൻ്റെ പ്ലേലിസ്റ്റിൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് വായിക്കുക. അങ്ങനെ ആ പോർഷൻസ് തറോ ആക്കുക. അതാണ് ആദ്യത്തെ ടാസ്ക്. ഫാർമസി ആക്ട് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അത് വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.
ഇനി ഓൾറെഡി പഠിച്ച ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഫാർമസി ആക്ട് പഠിക്കാൻ ഇത്ര സമയം വേണ്ട എന്നൊക്കെ തോന്നുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഫാർമക്കോളജി ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു തുടങ്ങാം. ഒരു ദിവസം 2 ക്ലാസിഫിക്കേഷനെങ്കിലും പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ വന്ന് ചോദിച്ചാലും നിങ്ങൾക്കത് പറയാൻ പറ്റണം. ആ രീതിയിൽ വേണം പഠിക്കാൻ. വായിച്ചു പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഴുതി പഠിച്ചോളൂ. ക്ലാസിഫിക്കേഷൻ എഴുതി പഠിച്ചാൽ മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി അതും പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി അതല്ല മറ്റൊരു സബ്ജക്റ്റ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അതങ്ങനെയും ആവാം. അത് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് ചെയ്യാം. ഒരു ദിവസം 2 സബ്ജക്റ്റ് 2 ഷിഫ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളവർ രാവിലെയും രാത്രിയും കുറച്ചധിക സമയം പഠിക്കാനായി മാറ്റിവെക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയമില്ലാത്തവർക്ക് ജോലിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തോ അങ്ങനെ എല്ലാം തന്നെ വീഡിയോ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാവുന്നതാണ്. ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫാർമസി ആക്ട് കംപ്ലീറ്റ് ചെയ്താൽ കമൻറ്റ് ബോക്സിൽ ഡൺ എന്ന് കമൻറ്റ് ചെയ്തോളൂ. തൊട്ടടുത്ത ദിവസം നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക് യു.